ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മണ്ണിൽ ലോക കായിക വിപ്ലവത്തിന് സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ എന്നർത്ഥം വരുന്ന സിറ്റിയൂസ്, ഓൾട്ടിയൂസ്, ഫോർട്ടിയൂസ് എന്ന് ഫ്രഞ്ച് ജനത നീട്ടിപ്പാടുകയാണ്. സെൻ നദീ തീരത്ത് വിസ്മയ കാഴ്ചകളൊരുക്കി 2024 ഒളിമ്പിക്സിന് ആവേശം കൊടികയറുമ്പോൾ അത് കായിക ലോകത്തിന് നൽകുന്നത് വീറും വാശിയുമുള്ള സൗഹൃദ പോരാട്ടങ്ങളുടെ രാപ്പകലുകളാണ്. സിനിമാ കാഴ്ചകൾ പോലെയോ അതിനേക്കാളേറെയോ ആവേശവും ആകാംക്ഷയും നിറയ്ക്കുന്നതാണ് ഓരോ കായിക മത്സരങ്ങളും. അതുകൊണ്ട് തന്നെയാണ് കായിക മത്സരങ്ങൾ പശ്ചാത്തലമാകുന്ന സിനിമകൾക്കും ഏറെ ജനപ്രീതിയുള്ളത്. അത് ഭാഷാതിരുകൾക്കപ്പുറം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടാറുമുണ്ട്. ഒളിമ്പിക്സ് ആവേശം മണ്ണിലിറങ്ങുമ്പോൾ ഇന്ത്യൻ വെള്ളിത്തിരയിൽ ആവേശമായി മാറിയ ചില സ്പോർട്സ് സിനിമകളിലേക്ക് കാണാം. ടേക്ക് വൺ. മനക്കരുത്തിന്റെയും അതിരുകൾ നിർണ്ണയിക്കപ്പെടുന്നതാണ് ഓരോ കായിക മത്സരങ്ങളും. മത്സരവേദികളിൽ ഉദ്വേഗം ജനിപ്പിച്ച നിമിഷങ്ങളെ പലകുറി വെള്ളിത്തിരയിൽ പുനഃസൃഷ്ടിക്കാറുമുണ്ട്. ബോളിവുഡിലാണ് അത്തരത്തിൽ സ്പോർട്സ് ഡ്രാമകൾ ഏറെ സാധ്യമായിട്ടുള്ളത്. ബി ടൗണിൽ ഖാൻ ത്രയങ്ങൾ 3 പേരും സ്പോർട്സ് കഥ പറഞ്ഞു വന്നപ്പോൾ പ്രേക്ഷകർ വലിയ വിജയം സമ്മാനിച്ചിട്ടുള്ളതാണ്. 2007-ലെത്തിയ ഷാറൂഖ് ഖാന്റെ ചക് ദേ ഇന്ത്യ ആഘോഷിക്കപ്പെട്ട സിനിമയാണ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ കോച്ചായി ഷാറൂഖ് ഖാന്റെ കബീർ ഖാൻ എത്തുന്ന സിനിമ ഇന്നും ഓരോ കാഴ്ചയിലും വിസ്മയിപ്പിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറുത്തുനിൽപ്പിന്റെ കഥയിലേക്ക് ക്രിക്കറ്റിനെ ഇഴചേർത്തപ്പോൾ ഇന്ത്യൻ സിനിമയിൽ സാധ്യമായത് ലഗാൻ എന്ന ക്ലാസിക്കാണ്. 2001-ൽ അമീർ ഖാൻ നായകനായ ചിത്രം ദേശീയ അന്തർദേശീയ തലത്തിൽ വളരെ പ്രശംസ നേടിയിരുന്നു. പിന്നീട് 2016-ൽ ഗുസ്തിയുടെ പശ്ചാത്തലത്തിൽ ദംഗലുമായി വീണ്ടും അമീർ ഖാൻ എത്തി. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രത്തിനായി അമീർ ഖാൻ നടത്തിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ അന്ന് ശ്രദ്ധേയമായിരുന്നു. സൽമാൻ ഖാനും ഗുസ്തി താരമായി എത്തിയ ചിത്രമായിരുന്നു സുൽത്താൻ. അലി അബ്ബാസ് സഫർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായിക അനുഷ്ക ശർമ്മയും ഗുസ്തി താരമായാണ് എത്തിയത്. ഇന്ത്യൻ ഒളിമ്പിക് ബോക്സർ മേരി കോമിന്റെ അതേ പേരിൽ പ്രിയങ്ക ചോപ്ര അഭിനയിച്ച ബയോപിക് ഇന്ത്യൻ ഫുട്ബോളിന്റെ മാന്ത്രിക കോച്ച് എസ് റഹീമിന്റെ കഥ പറഞ്ഞ അജയ് ദേവ്ഗന്റെ മൈദാൻ, ഇന്ത്യൻ അത്ലറ്റും ഒളിമ്പ്യനുമായ മിൽഖ സിംഗിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഫർഹാൻ അക്തർ അഭിനയിച്ച ഫാഗ് മിൽഖ ഫാഗ്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ MS ധോണിയായി സുശാന്ത് സിംഗ് രാജ്പുത് എത്തിയ MS ധോണി ദി അൺടോൾഡ് സ്റ്റോറി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആദ്യ വേൾഡ് കപ്പ് സമ്മാനിച്ച ക്യാപ്റ്റൻ കപിൽ ദേവിന്റെ കഥ പറഞ്ഞ രൺവീർ സിംഗിന്റെ 83, വിവാദ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീനായി ഇമ്രാൻ ഹാഷ്മി എത്തിയ അസ്ഹർ, ഇർഫാൻ ഖാന്റെ പാൻ സിംഗ് തോമാർ, അക്ഷയ് കുമാറിന്റെ ഗോൾഡ്, ബ്രദേഴ്സ് അനുരാഗ് കശ്യപ സംവിധാനം ചെയ്ത മുക്കാബാസ്, കാർത്തിക് ആര്യന്റെ ചന്തു ചാമ്പ്യൻ, അഭിഷേക് ബച്ചന്റെ ഗൂമർ, തപ്സി പനുവിന്റെ രാഷ്മി റോക്കറ്റ്, ഷാഹിദ് കപൂറിന്റെ ജേഴ്സി തുടങ്ങിയ ബി ടൗണിൽ നിന്നും സ്പോർട്സ് കഥ പറഞ്ഞെത്തിയ സിനിമകൾ ഏറെയാണ്. തമിഴിൽ സൂപ്പർ താരം വിജയ്ക്ക് വലിയ ഹിറ്റ് സമ്മാനിച്ച ബിഗിൽ സ്പോർട്സ് പശ്ചാത്തലത്തിൽ ആക്ഷനും മാസും ഒരുപോലെ ഇഴചേർത്ത ചിത്രമായിരുന്നു. ബോക്സറായി വിജയ് എത്തിയ ബദ്രി, കബഡി താരമായി എത്തിയ ഗില്ലി എന്നീ ചിത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളതാണ്. തമിഴിൽ നിന്നും എത്തിയ ലക്ഷണമൊത്ത ഒരു സ്പോർട്സ് ഡ്രാമയായിരുന്നു മാധവനും ഋതിക സിംഗും അഭിനയിച്ച ഇരുതി സുട്രു. ബോക്സിംഗ് കോച്ചായി മാധവനും ബോക്സിംഗ് താരമായി ഋതിക സിംഗും എത്തിയ ചിത്രം കായിക താരങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളും മേഖലയിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഗ്രൂപ്പിസവുമെല്ലാം തുറന്നുകാട്ടുന്നു. വിഷ്ണു വിശാലിന്റെ ജീവ ക്രിക്കറ്റ് കളിയുടെ ആവേശം പകരുന്നതിനൊപ്പം ക്രിക്കറ്റ് ടീമിലേക്കുള്ള സെലക്ഷന്റെ പിന്നാമ്പുറങ്ങളും അതിലെ രാഷ്ട്രീയവും കൃത്യമായി പറഞ്ഞ ചിത്രമാണ്. അശോക് സെൽവനും ശാന്തനുവും പ്രധാന കഥാപാത്രങ്ങളായ ബ്ലൂ സ്റ്റാർ, ഐശ്വര്യ രാജേഷിന്റെ കണ, ശ്രീലങ്കൻ ക്രിക്കറ്റർ മുത്തയ്യ മുരളീധരന്റെ ബയോപിക് 800 തുടങ്ങിയ ചിത്രങ്ങൾ ക്രിക്കറ്റായിരുന്നു പശ്ചാത്തലം. വിഷ്ണു വിശാൽ ഐശ്വര്യ ലക്ഷ്മിയുടെ ഘാട്ട ഗുസ്തി, ആര്യയെ നായകനാക്കി പാരഞ്ചിത്തൊരുക്കിയ സർപ്പാട്ട പരമ്പര എന്നിവ ഗുസ്തി മത്സരത്തിന് വേദിയായി. ഹിപ് ഹോപ്പ് തമിഴയുടെ നട്പേ തുണെ, ശിവകാർത്തികേയന്റെ എതിർനീച്ചൽ, പ്രകാശ് രാജിന്റെ ധോണി, ജയം രവിയുടെ M കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി, കബഡി മത്സരത്തിന്റെ കഥ പറഞ്ഞ വിഷ്ണു വിശാലിന്റെ വെണ്ണില കബഡിക്കൂട്ടം, അഥർവയുടെ പട്ടത്തരശം, ശശികുമാറിന്റെ കെന്നഡി ക്ലബ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടവയാണ്. മലയാളത്തിലും സ്പോർട്സ് മൂവിയുടെ വലിയൊരു കളക്ഷനുണ്ട്. മത്സരത്തിനപ്പുറം ഓരോ ക്രിക്കറ്റ് കളിയിലും ഇമോഷണലി കണക്ട് ആയിരിക്കുന്ന വലിയൊരു തലമുറ ഇവിടെയുണ്ടെന്ന് കാണിച്ച സിനിമയായിരുന്നു നിവിൻ പോളിയുടെ 1983. ഏബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ചിത്രം രമേശൻ എന്ന നാട്ടിൻപുറത്തുകാരന്റെ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശമായിരുന്നു കഥാപശ്ചാത്തലം. ബിജു മേനോൻ നായകനായി എത്തിയ രക്ഷാധികാരി ബൈജു ഒപ്പ് നാട്ടിൻപുറത്തെ ക്രിക്കറ്റ് കളിയുമായി നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ് പറഞ്ഞത്.
ജയസൂര്യയുടെ ഹാപ്പി ജേർണി, ഇന്ദ്രൻസിന്റെ കായ്പോള, ധ്യാൻ ശ്രീനിവാസന്റെ സച്ചിൻ, ലാൽ സംവിധാനം ചെയ്ത ടൂർണമെന്റ് എന്നിവയും ക്രിക്കറ്റ് പശ്ചാത്തലമായ സിനിമകളാണ്. ഗുസ്തി മത്സരത്തിന്റെ കഥ പ്രേക്ഷകർ ആവേശത്തോടെ ഏറ്റെടുത്തത് ടൊവിനോ തോമസിനെ നായകനാക്കി ബേസിൽ സംവിധാനം ചെയ്ത ഗോദയിലാണ്. ടൊവിനോയും നായിക വാമിക ഖബ്ബിയും ഗുസ്തി താരങ്ങളായാണ് ചിത്രത്തിലെത്തിയത്. ഫുട്ബോളിന് വൈകാരികമായി പ്രേക്ഷകരെ ചേർത്ത് പിടിക്കാമെന്ന് കാണിച്ചു തന്ന ചിത്രമായിരുന്നു സുഡാനി ഫ്രം നൈജീരിയ. സൗബിൻ ഷാഹിർ നായകനായ ചിത്രം മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ പശ്ചാത്തലത്തിലുള്ള കഥയാണ് പറഞ്ഞത്. കുഞ്ചാക്കോ ബോബൻ, നിവിൻ പോളി, ആസിഫ് അലി തുടങ്ങിയ യുവനിര അണിനിരുന്ന സെവൻസും പേരുപോലെ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ കഥയായിരുന്നു. ഈ ശ്രേണിയിൽ ശ്രദ്ധേയ ചിത്രമായിരുന്നു ജയസൂര്യയുടെ ക്യാപ്റ്റൻ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം VP സത്യന്റെ കഥ പറഞ്ഞ ചിത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതാണ്. കമൽ സംവിധാനം ചെയ്ത ഗോൾ, മോഹൻലാലിന്റെ മഹാസമുദ്രം എന്നീ ചിത്രങ്ങളും ഫുട്ബോൾ ആവേശം സ്ക്രീനിലെത്തിച്ചു. അത്ലറ്റ് മത്സരത്തിന്റെ വീറും വാശിയും കാണിച്ച ദിലീപിന്റെ സ്പീഡ് ട്രാക്ക്, ആനഗസിന്റെ റബേക്ക ഉദുപ്, വടംവലി മത്സരത്തിന്റെ പിന്നാമ്പുറങ്ങളെ പരിചയപ്പെടുത്തിയ ഇന്ദ്രജിത്ത് നായകനായ ആഹ, ഒരു കൂട്ടം തടവുകാരുടെ വോളിബോൾ പരിശീലകയായി മഞ്ജു വാര്യരെത്തിയ കരിങ്കുന്നം സിക്സസ്, രജീഷ വിജയന്റെ ഫൈനൽസ്, ഗോഗോ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ മൈതാനത്തെ മത്സരത്തിന്റെ ആകാംക്ഷയും ആവേശവും വെള്ളിത്തിരയിലും ഒരുക്കിയ ചിത്രങ്ങളാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ വിസ്മയിപ്പിക്കുന്ന യഥാർത്ഥ താരങ്ങൾ മണ്ണിൽ പിറവികൊള്ളുന്ന നിമിഷങ്ങളാണ് ഓരോ കായിക മത്സരങ്ങളും. അപ്പോൾ കായിക മത്സരങ്ങളുടെ മാമാങ്കമായ ഒളിമ്പിക്സിൽ രാജ്യത്തിന് അഭിമാനമാകുന്ന ചരിത്ര നേട്ടങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യമാകുന്നത്. കൺചിമ്മാതെ നമുക്കും കാത്തിരിക്കാം ആ ചരിത്ര നിമിഷങ്ങൾ എപ്പോഴെങ്കിലും വെള്ളിത്തിരയിലൂടെ വീണ്ടും കാണാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ.